ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ്. BJPയുടെ സംസ്ഥാന സമിതി അംഗമാണ് അദ്ദേഹം. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ഹെലോ മലയാളത്തിലേക്ക്. ശ്രീ ഷോൺ ജോർജ്, ഗുഡ് മോർണിംഗ്. ഹെലോ മലയാളത്തിലേക്ക് സ്വാഗതം. മോർണിംഗ്. ശ്രീ ഷോൺ ജോർജ്, ഈ നമ്മളിപ്പോൾ നിലമ്പൂരുണ്ടായ ദുരന്തത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു വേദനയിൽ തന്നെയാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഈ ഇന്നലെ ഉണ്ടായ അതിദാരുണമായ സംഭവം, 8 മണിയോടെ ഉണ്ടാകുന്ന സംഭവം, ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവം, അത് ആ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് അതിവേഗം തന്നെ ഒരു രാഷ്ട്രീയ വിവാദമായി മാറിയതാണ് നമ്മളൊക്കെ കണ്ടതും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. അങ്ങ് ഇന്നലെ നിലമ്പൂരാണ് അങ്ങിപ്പോൾ. ഇന്നലെ അവിടെ ആ സ്ഥലത്ത് പോയി ആ സംഭവമൊക്കെ നേരിട്ടറിഞ്ഞ വ്യക്തികളിൽ ഒരാൾ കൂടിയാണ്. അവിടെ എന്താണ് സംഭവിച്ചതെന്നാണ് അങ്ങക്ക് മനസ്സിലാകുന്നത്? അവിടെ പന്നിക്ക് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാൻ കഴിഞ്ഞിട്ട് പന്നിക്ക് കെണി വെച്ച് ഒരാളുടെ ആ കറണ്ട് ഈ കുട്ടികൾ ഈ മീൻ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ അതിൽ നിന്നും ഷോക്കേറ്റതാണ് ഈ കുട്ടിയുടെ മരണകാര്യം. 2 കുട്ടികൾ ആശുപത്രിയിലുണ്ട്. ഞാൻ അവരെയും കണ്ടിരുന്നു. അവരും ഒരു നോർമലായിട്ടില്ല കുട്ടികൾ. വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമായി പോയി ഇത്. പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ ഇലക്ഷനാണ്. ഇലക്ഷൻ സമയത്ത് സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. പക്ഷേ ഇത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഈ ഇലക്ഷൻ കഴിഞ്ഞ് 19 ഇന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിച്ഛേദം മുഴുവൻ ഇന്ന് നിലമ്പൂരിലുണ്ട്. ഇത്തരം വിഷയങ്ങളെ അതീവ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു സമയം ഇന്നാണ്. ഒരു പക്ഷേ നിലമ്പൂരിൽ ഇലക്ഷൻ അല്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ കോളം ന്യൂസായി മാറേണ്ടിയിരുന്ന ഒരു വാർത്തയാണ്. കാരണം ഇതിനു മുമ്പും ഇങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അത് കേരളം ചർച്ച ചെയ്യുന്നതിൻ്റെ കാര്യം കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം ഇവിടെയുണ്ട്. ഇവിടെ ആരും ശ്രദ്ധിക്കാത്തൊരു സമൂഹം, എല്ലാവരാലും അവഗണിക്കപ്പെടുന്നൊരു സമൂഹം ഇവിടെയുണ്ട്. അത് കുടിയേറ്റ കർഷകരാണ്, കുടിയേറ്റ കർഷക തൊഴിലാളികളാണ്. ഇവിടെ ഞാനൊരു കാര്യം ചോദിച്ചട്ടെ, 50കളിൽ 60കളിൽ 70കളിൽ ഈ നിലമ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശം വലിയ വനമേഖലയായിരുന്നു. അപ്പോൾ അവിടേക്ക് കുടിയേറ്റപ്പെട്ട കർഷകരാണ് ഇവർ. അന്ന് ഇതിൽ കൂടുതൽ മൃഗങ്ങളുണ്ട്, ഇതിൽ കൂടുതൽ വലിയ രീതിയിലുള്ള വനം, നമ്മളിപ്പോൾ കാണുന്നതിന് ഇരട്ടി വനം അവിടെ ഉണ്ട്. ഇന്ന് കാണുന്ന റോഡുകളില്ല, ഇന്ന് കാണുന്ന പോലെ നമുക്ക് ആയുധങ്ങളില്ല, ഇന്ന് കാണുന്ന പോലെ യാതൊരു യാത്രാ സൗകര്യങ്ങളില്ല. ആ കാലത്ത് അവിടുന്ന് ഇവിടെ വന്ന് ഈ വന്യമൃഗങ്ങളുടെ ശല്യത്തെ തെറുത്ത് ഈ നാട്ടിൽ പൊന്നു വിളയിച്ച മലയോര കർഷകനാണ് ഇവിടെ ഉള്ളത്. അവിടെ അന്നും ഇന്നുമായിട്ടുള്ളൊരു വ്യത്യാസം ഒന്നേ ഉള്ളൂ. അന്ന് കർഷകരെ ഉപദ്രവിക്കണമെന്നുള്ള നിലപാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്പിക്കണമെന്നുള്ളൊരു നിലപാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. ആ 2 നിലപാട് ഇത് തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. 282 പഞ്ചായത്തുകൾ വനാതിർത്തി പങ്കിടുന്നു. ആ 282 പഞ്ചായത്തിനും കൃഷി എന്നുള്ളത് അപ്രാപ്യമായിരിക്കുന്നു. കേരളത്തിൽ എന്താ നമുക്ക് വേറെ ഉള്ളത്? അപ്പോൾ ഇത്തരം വിഷയങ്ങൾ, ഇപ്പോൾ അവിടെ അയാൾ പന്നിയെ പിടിക്കാൻ പോയി, അയാൾ പന്നിയെ പിടിക്കാൻ കുരുക്ക് വെച്ചു. എന്തുകൊണ്ട് കുരുക്ക് വെച്ചു? അവിടെ പന്നി വരുന്നുണ്ട്, നല്ല കാർഷിക മേഖലയാണ്, അവിടെ പന്നി വരുന്നുണ്ട്, അതുകൊണ്ട് കുരുക്ക് വെച്ചു. എന്തുകൊണ്ട് പന്നി അവിടെ വരുന്നു? അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ സർക്കാർ പറയുന്നു, 3 ദിവസമായി പറയുന്നു, എന്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഏത് നിയമമാണ് മനുഷ്യജീവനും അതുപോലെ സ്വത്തിനും തടസ്സമായി നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് ശല്യമായി നിൽക്കുന്ന വന്യമൃഗങ്ങളെ അതിൽ നിന്ന് തടയുന്നതിന് സർക്കാരിൻ്റെ കയ്യിൽ എവിടെയും പിടിച്ചിട്ടില്ല. ഞാൻ പരസ്യ സംവാദത്തിന് തയ്യാറാണ്. അപ്പോൾ ഈ വിഷയം, ഞാനൊരു കർഷകൻ കൂടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും സൂചിപ്പിച്ചു, ഞാൻ പറഞ്ഞില്ല 70 തെങ്ങ് ഈ വർഷം നട്ട ഒരു മനുഷ്യനാണ് ഞാൻ. 70 തെങ്ങ് ഇപ്പം 2 എണ്ണം വെച്ചുകൊണ്ട് ഇന്ന് ഇപ്പം ചെല്ലുമ്പോൾ അതുകൂടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത്, എങ്ങനെ ഒരു സാധാരണക്കാരൻ ഈ നാട്ടിൽ കൃഷി ചെയ്യും? അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ശ്രീ ഷോൺ ജോർജ്, അങ്ങ് ഉന്നയിക്കുന്ന കാര്യം വളരെ പ്രസക്തമാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഈ നിലമ്പൂരിൽ വഴിക്കടവിൽ ഉണ്ടായിരിക്കുന്ന സംഭവം മാത്രമല്ല, ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ, മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിൻ്റെ കണക്കുകൾ മാത്രം, ഒരു കഴിഞ്ഞ 6 മാസത്തെ കണക്കുകൾ എടുത്താൽ പോലും അത് നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലേക്ക് കടക്കും. എന്തുകൊണ്ട് ഈ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു, മനുഷ്യജീവന്റെയും സ്വത്തും അപഹരിക്കുന്നു എന്നുള്ളത് വലിയൊരു ചർച്ചയായി, വലിയൊരു ആശങ്കയെ തന്നെ നിലനിൽക്കുകയാണ്. അപ്പോഴും ശ്രീ ഷോൺ ജോർജ്, ഇന്ന് മന്ത്രി AK ശശീന്ദ്രൻ അല്പം മുൻപ് അദ്ദേഹം പ്രതികരിച്ചത്, വനം വകുപ്പിനെ ഇതിൽ മനഃപൂർവ്വം പഴിചാരാൻ ശ്രമിക്കുന്നു. വനം വകുപ്പ് വർഷങ്ങളായി ഈ ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിങ് നിർത്തിയിട്ട് വർഷങ്ങളായി. പക്ഷേ മനഃപൂർവ്വം ഈ രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ തലയിൽ ചാർത്താൻ വേണ്ടി വനം വകുപ്പിനെ അവിടേക്ക് വലിച്ചിഴക്കുന്നു എന്ന് അദ്ദേഹം ഒരു വശത്ത് പറയുന്നു. മറ്റൊരിടത്ത് ഈ അവിടുത്തുകാർ പറയുന്നത് KSEBയുടെ ഈ വൈദ്യുതി മോഷണം അത് നേരത്തെ തന്നെ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഒരു ലൈൻ കവർ വേണമെന്നൊരു ആവശ്യം നേരത്തെ KSEBക്ക് മുന്നിൽ വച്ചിരുന്നു. പക്ഷെ അവരത് തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്.
ഞാൻ എല്ലാവരും പറയുന്ന പോലെ KSEB ഒന്നും ഈ വിഷയത്തിൽ കുറ്റം പറയാൻ അത്ര തരം താഴ്ന്ന രാഷ്ട്രീയക്കാരനൊന്നല്ല. ഏതിലേലൊക്കെ ലൈൻ പോയി അവിടുന്ന് ആരെങ്കിലുമൊക്കെ കറണ്ട് മോഷ്ടിക്കുന്ന കേസിയുടെ കുഴപ്പമില്ല. നമ്മളൊരു വിഷയം ഉണ്ടായിക്കഴിയുമ്പോൾ ആ പർട്ടിക്കുലർ ഇഷ്യൂവിലല്ല ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണ്? ഇവിടെ കുറ്റക്കാരൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് സാധാരണക്കാരന് ഇത് കൃഷിയിടത്തിലല്ലേ ഇത് വെച്ചിട്ടുള്ളത്. ആ കൃഷിയിടത്തിൽ എങ്ങനെ പന്നി എത്തി? എല്ലാ ദിവസവും പന്നിയെ കുടുക്കിട്ട് പിടിച്ച് കറണ്ടിട്ട് പിടിച്ച് എങ്ങനെ ഒരാൾക്ക് വിൽക്കാൻ കഴിയുന്നു? ഈ സാഹചര്യം സൃഷ്ടിക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സർക്കാരിൻ്റെ അനാസ്ഥയാണ്. മന്ത്രി എനിക്കറിയാം, അത് എനിക്ക് വളരെയേറെ ബഹുമാനമുള്ള, ഞാൻ ഒത്തിരി ചേട്ടാത്ത് വിളിച്ചിട്ടുള്ള അത്രയും ആത്മബന്ധമുള്ള മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ അദ്ദേഹം എന്താ പറയുന്നത് എന്നാ ചെയ്യുന്നതെന്നൊന്നും അറിയാൻ മേലാത്തൊരു സാഹചര്യത്തിലൂടെ പോകുന്നത്. പിണറായി വിജയൻ എന്തെങ്കിലും പറഞ്ഞാൽ യേസു പറയുക എന്നതിനപ്പുറത്തേക്ക് ആ മന്ത്രിക്കൊന്നും ചെയ്യാനില്ല. മാത്രമല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭരിക്കുന്നത് മന്ത്രിയൊന്നുമല്ല, അവിടെ നല്ല ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരാണ് ഭരിക്കുന്നത്. അവന്മാർ തീരുമാനമെടുക്കുന്ന കാര്യങ്ങൾ നടക്കുള്ളൂ. അവിടെ പേരിനൊരാളെ വേണം തലപ്പത്ത് ഒപ്പിടാൻ. അങ്ങനെ ഒരു ഒപ്പിടിയിൽ മന്ത്രി മാത്രമാണ് വനമന്ത്രി. ഇവിടെ കഴിഞ്ഞ ദിവസം മന്ത്രിസഭ തീരുമാനമെടുത്ത് ഈ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാൻ അനുമതിക്ക് വേണമെന്ന് പറഞ്ഞ് കത്ത് അയച്ചെന്ന് പറഞ്ഞു. ആ കത്തിൻ്റെ കോപ്പി ഒന്ന് നിങ്ങൾ സംഘടിപ്പിക്കും. ആ കത്തിൻ്റെ കോപ്പി ഞാൻ അസ്യൂം ചെയ്യുന്നതാണ്. ആ കത്തിൻ്റെ കോപ്പി ഒന്ന് എടുത്താൽ ഇവർ എന്ത് കണക്കാണ് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാവും. കേരളത്തിൻ്റെ ഫോറസ്റ്റിൽ 6600-ലധികം ആനയുണ്ട്. എന്ന് വരെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സംഭവിച്ചിട്ടില്ല. കേരളത്തിൻ്റെ ഫോറസ്റ്റിൻ്റെ കപ്പാസിറ്റി 2500 താഴെയാണ്. 6000-ലധികം ആനയുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ട് പോലും ഇന്ന് കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടില്ല. ഒരു വർഷം നിങ്ങൾ പഠിച്ചിരിക്കണം, ഒരു വർഷം ഒരു കാട്ടുപന്നി 20 കുഞ്ഞുങ്ങളെ പ്രസവിക്കും. കേരളത്തിൻ്റെ വനമേഖലയിൽ ഈ 1 ലക്ഷം പെൺപന്നി ഉണ്ടെങ്കിൽ അത് അടുത്ത വർഷം 20 ലക്ഷമാണ്. ഇപ്പോൾ എത്ര ലക്ഷം പന്നിയാണ് നമ്മുടെ വനങ്ങളിൽ? എങ്ങനെ കൃഷി ചെയ്യും? ഇതിനകത്ത് നമ്മൾ ആരും അറിയാതെ നടക്കുന്ന ഒരു വനവൽക്കരണമുണ്ട്. അത് 2000-ന് ശേഷം UPA സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് കൈപ്പറ്റിക്കൊണ്ട് കസ്തൂരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ട്, പശ്ചിമഘട്ട സംരക്ഷണം എന്ന പേരിൽ കസ്തൂരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുകളിലൂടെ നടപ്പിലാക്കിയ ഒരു വനവൽക്കരണം ഫോറസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഈ മേഖലയിൽ നിന്ന് കുടിയൊഴിഞ്ഞു പോകണം. ഇവിടെ ബേസിക്കലി ഒരു കുടിയൊഴിപ്പിക്കൽ നടക്കുന്നുണ്ട് ആരും അറിയാതെ. കാരണം കാർഷിക കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ ജനങ്ങൾ കുടിയൊഴിഞ്ഞു. ഈ മലയോര കാർഷിക മേഖലയിലെ കുടിയേറ്റ കർഷകർക്കിടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, ഒറ്റ അടുത്ത തലമുറ ഈ പിള്ളേരിവിടെ ഇല്ല. എല്ലാവരും മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നേ വിദേശത്തായിട്ട് പോയിട്ടുണ്ട്, അല്ല അന്യ സംസ്ഥാനത്തേക്ക് പോകുന്നുണ്ട്. കൃഷി ലാഭകരമല്ല എന്ന ബോധ്യത്തിൽ അവർ കുടിയൊഴിയുമ്പോൾ അത് ഫോറസ്റ്റായി മാറും. കാലാകാലങ്ങളായി സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത 1 ലക്ഷത്തിലധികം വസ്തു, ഷൊർണൂർ മുതൽ ഇങ്ങോട്ട് 1 ലക്ഷത്തിലധികം ഏക്കർ വസ്തു ഇത് ഒരു വലിയ ചർച്ചയ്ക്ക് വെക്കേണ്ട ഒരു വിഷയമാണ്. കാരണം സംസ്ഥാന സർക്കാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സംസ്ഥാനത്തിന് ഈ വിഷയത്തിൽ വലിയ ചർച്ചയ്ക്ക് വെക്കണം. വലിയ ചർച്ചയ്ക്ക്, ഞാൻ ചുമ്മാ പറയുന്നല്ല, വലിയ ചർച്ചയ്ക്ക് വെക്കേണ്ട വിഷയമാണ്. ഭൂപരിഷ്കരണ നിയമപ്രകാരം ഏറ്റെടുത്ത 1 ലക്ഷത്തിലധികം ഏക്കർ സ്ഥലം ഈ മലബാറിൽ പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ കൊടുക്കേണ്ട 1 ലക്ഷത്തിലധികം ഏക്കർ വസ്തു ഫോറസ്റ്റാക്കി മാറ്റി. ഇത് വലിയ ആസൂത്രിതമായ വലിയ ഗൂഢലക്ഷ്യമാണ്. ഇപ്പോൾ ഫോറസ്റ്റിനെതിരെ ഒരു കേസ് കൊടുത്തു. നമ്മൾ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടൊരു കേസ് കൊടുത്തു. എതിരെ വരുന്ന വക്കീലന്മാരെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങിക്കുന്ന സുപ്രീം കോടതി സീനിയർ അഡ്വക്കേറ്റ്സ് വന്നിറങ്ങുന്നത്. ആരാ ഈ പണം മുടക്കുന്നത്? ഇവിടെ വിദേശത്തു നിന്നും പണം കൈപ്പറ്റുന്ന കപട പരിസ്ഥിതിവാദ സംഘടനകൾ, അവരാണ് ഇതിനെല്ലാം പ്രതിരോധിക്കുന്നത്. അവർക്ക് കർഷകനെ അറിയണ്ട, ഇവിടെ പാവപ്പെട്ട ജീവിക്കുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവിടെ എങ്ങനെയാണ് ഈ വന്യമൃഗശല്യത്തിനിടയിൽ എങ്ങനെ കഴിഞ്ഞ 5 വർഷക്കാലത്തിൽ കേരള സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടത്? ഇതിന്റെ എല്ലാം ഉത്തരവാദി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ്. ഇതിനെല്ലാം പിറകിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ്. ഈ ഒരു വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ പ്രധാനപ്പെട്ടും കേരള സർക്കാർ പറഞ്ഞ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് ഇപ്പോൾ നിലവിൽ കുറച്ച് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കേന്ദ്ര നിയമങ്ങളാണ്, അതിൽ കത്ത് നൽകിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ അവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മൾ ഈ വഴിക്കടവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്ക് വീണ്ടും തിരികെ വരികയാണെങ്കിൽ ഇപ്പോൾ ഈ അവിടെ നിലമ്പൂര് കടുത്ത പ്രചരണം നടക്കുന്നുണ്ട്. ഇടതു മുന്നണി പറയുന്നതെന്ന് വെച്ചാൽ ഈ
നിലവിലെ ഈ ഒരു സാഹചര്യത്തെ അതിനെ മുതലെടുക്കുകയാണ് പ്രതിപക്ഷം എന്നുള്ളതാണ്. ഒരു വിഷയവുമില്ലാതെ ഇരുട്ടിൽ തപ്പി നടക്കുകയായിരുന്ന പ്രതിപക്ഷം ഇപ്പോൾ ഈ വിഷയത്തെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് വനം മന്ത്രി കുറച്ച് മുന്നേ പറയുന്നത്. പക്ഷേ അത്തരത്തിലൊരു പ്രതികരണത്തിന് എം സ്വരാജ് തയ്യാറായിട്ടില്ല. അദ്ദേഹം കുറച്ചും കൂടി പക്വമായ സമീപനമാണ് സ്വീകരിച്ചത്. ആദ്യം ഈ ഒരു വിഷയത്തിൽ ആ കുട്ടികൾ സുഖം പ്രാപിക്കട്ടെ, ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടക്കട്ടെ എന്നൊരു നിലപാടിലാണ് എം സ്വരാജ്. പക്ഷെ അപ്പോഴും പറയുന്നത് പ്രതിപക്ഷം ഈ വിഷയത്തിൽ പക്വമായി ഇടപെടാതെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്നു. 2 ആഴ്ച മുൻപ് ഈ പ്രദേശത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അന്നൊരു പ്രതിഷേധം കണ്ടില്ല, അന്ന് ഒരു ഉപരോധം കണ്ടില്ല. അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമായി മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്നാണ്. ഞാനിന്ന് നിലമ്പൂർ വന്നിട്ട് 5ാമത്തെ ദിവസമാണ്. ഈ 5 ദിവസവും ഞാൻ ചർച്ച ചെയ്ത വിഷയം ഇത്. ഞാൻ പറയുന്ന കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ചർച്ച ചെയ്ത വിഷയം ഇത് തന്നെയാണ്. ഇന്നലെ ഉണ്ടായതൊരു ക്രിമിനൽ ആക്റ്റാണ്. ഒരു വ്യക്തിയുടെ ദുഷ്ടപ്രവൃത്തി കൊണ്ട് സംഭവിച്ചതാണെങ്കിൽ എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് കേരളം ചർച്ച ചെയ്യേണ്ട ഒരു അവസരമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. അതിനകത്ത് ഭരണത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നമോ ഞാനിപ്പോൾ പറയുന്നല്ലോ. ഇന്ന് ഇത് 2 ആഴ്ച മുമ്പോ അല്ലെങ്കിൽ ഇനി ഈ 19 ഇലക്ഷൻ കഴിഞ്ഞോ ഇത് സംഭവിച്ചു, ഇത് വലിയ വാർത്തയല്ല. പക്ഷേ ഇതൊരു നിത്യസംഭവമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം, കേരളത്തിൻ്റെ ഭരണം കൈയാളുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണി, ഞങ്ങൾ BJP, ഞങ്ങളെല്ലാം വളരെ തീവ്രമായി ചർച്ച ചെയ്യേണ്ട അതിപ്രധാനമായ ഒരു വിഷയം തന്നെയാണ് കുടിയേറ്റ കർഷകൻ്റെ വന്യമൃഗശല്യം. അത് ഈ കുട്ടികൾ അതിന് കാരണമായി എന്നുള്ളത് ഒരു ഏറെ ദുഃഖകരമാണ്. ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. നിലമ്പൂർ ബൈ ഇലക്ഷൻ വന്നപ്പോൾ നിലമ്പൂരിൽ അത് ബാധകമായ എല്ലാ പഞ്ചായത്തിലും ബാധകമാണ്. നിലമ്പൂർ ടൗണിൽ, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ആന ഇറങ്ങിയിട്ടുണ്ട്. അതല്ല, അതിനപ്പുറത്തേക്ക് 280 പഞ്ചായത്തിൽ വനാതിർത്തി പങ്കെടുത്ത 280 പഞ്ചായത്തിലും അത് കൂടാതെ വന്യമൃഗശല്യമുള്ള 400-ലധികം പഞ്ചായത്തുകൾ. ഞാൻ പറയും, എൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ തന്നെ മേലുകാവ്, മൂന്നലവ്, തലനാട്, തീക്കോയി, തെടനാട്, തലപ്പുലം, എല്ലാ പഞ്ചായത്തിലും, പൂഞ്ഞാർ, എല്ലാ പഞ്ചായത്തിലും വന്യമൃഗശല്യമുണ്ട്. മാന്യമായ ഒരു കൃഷി നടത്താൻ പറ്റുന്ന സാഹചര്യമില്ല. അങ്ങനെ വനാതിർത്തി പങ്കിടാത്ത കോട്ടയം ജില്ലയിലെ പഞ്ചായത്തുകളിൽ പോലും അങ്ങനെ ഏറെക്കുറെ 400-ലധികം പഞ്ചായത്തുകൾ, കേരളത്തിൻ്റെ 50% വരുന്ന പഞ്ചായത്തുകൾ ഇന്ന് കൃഷിയോഗ്യമല്ലാതെ മാറിയ ഒരു വിഷയത്തെ എവിടെയാണെങ്കിലും ഞങ്ങൾ ചർച്ചയാക്കും. ആ ചർച്ച കേരളത്തിലുണ്ടാകണം. ആ ചർച്ചയിലൂടെ കേരളത്തിലൊരു പരിഹാരം ഉണ്ടാകണം. ശ്രീ ഷോൺ ജോർജ്, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു കുട്ടി, 15 വയസ്സുള്ള കുട്ടി, 2 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു. അവർ അപകടനില തരണം ചെയ്തു എന്ന് പറയുന്നത് ആശ്വാസകരമായ കാര്യം. പക്ഷെ അപ്പോഴും ഒരു 15-കാരൻ, ഒരു യുവാവ്, ചെറിയ കുട്ടിക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത് ഒരു നായാട്ട് സംഘം അനധികൃതമായി അവിടെ വൈദ്യുതി മോഷ്ടിച്ച് അവിടെ ഒരു നായാട്ട് സംഘം മാംസക്കൊതിയന്മാർ നടത്തിയ ഒരു കെണിയിൽ ആ കുട്ടി പെട്ടുപോയതാണ്. പക്ഷേ വനമന്ത്രി പറഞ്ഞത് രാവിലെ ഒന്നും അവിടെ ഇങ്ങനെ ഒരു ഫെൻസിങ് ഒരു സാധനം ഉണ്ടായിരുന്നില്ല, പിന്നീട് അത് വന്നതാണെന്ന് പറയുന്നു. അതിനെ അറിയില്ല അത് എന്താണ്, അദ്ദേഹത്തിന് എന്തെങ്കിലും തെളിവ് കിട്ടിയോ തുടങ്ങിയ കാര്യങ്ങളോ നമുക്കറിയില്ല. പക്ഷേ അപ്പോഴും ഈ ഒരു സംഭവം ഒരുപക്ഷെ നിലമ്പൂരിൽ ഒരിടത്തല്ല പലയിടങ്ങളിലും ഇങ്ങനത്തെ സംഭവങ്ങൾ, ഇങ്ങനത്തെ കെണികൾ ഉണ്ടായിരിക്കാം. ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കൂടിയല്ലേ തീരുള്ളൂ. ശ്രീ ഷോൺ ജോർജ്, BJP ഇതിൽ മുന്നോട്ട് വയ്ക്കുന്ന പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മനുഷ്യന് ജീവിക്കാൻ മാർഗം ഉണ്ടാകണം. 2, അവിടെ കർഷകർക്ക് കൃഷിയുണ്ടെങ്കിൽ അവിടെയുള്ളവർക്ക് തൊഴിലുണ്ട്. തൊഴിലില്ലാതാകുന്ന, കൃഷിയില്ലാതാകുന്ന ആളുകളാണ് ഈ പന്നിയെ പിടിക്കാനൊക്കെ ഇറങ്ങുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ പറഞ്ഞ കേട്ടെന്താ, അയാളൊരു തൊഴിലായിട്ട് ഇതെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് അയാൾക്ക് അത് പന്നിയെപ്പിടുത്തം തൊഴിലാക്കേണ്ട വന്നു? മാന്യമായ തൊഴിൽ അയാൾക്ക് ഇല്ലാത്തതുകൊണ്ട് അല്ലേ? അതാണ് ചർച്ച ചെയ്യേണ്ടത്. നിങ്ങളെല്ലാവരും ഒരു ഇലക്ഷനെ മാത്രം ബേസ് ചെയ്ത് ചർച്ച ചെയ്യരുത്. നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇവിടുത്തെ ജീവിക്കാനുള്ള ഒരു സമൂഹത്തിൻ്റെ പോരാട്ടത്തെക്കുറിച്ചാണ്. അയാൾ എന്തുകൊണ്ട്, അയാൾ ഒരു ക്രിമിനലാണ്, അയാൾ ചെയ്ത ഏറ്റവും വലിയ ക്രിമിനൽ ആക്ടിവിറ്റിയാണ്, ഒരു കൊച്ചിൻ്റെ ജീവനെടുത്തയാൾ. പക്ഷേ അയാൾ അങ്ങനെയായി, അയാൾക്ക് അതിനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി? ഇത് കേരളം ചർച്ച ചെയ്യണ്ടേ? ഒരു ദിവസത്തെ വാർത്താ പ്രാതിനിധ്യം, നാളെ ആ കുട്ടിയുടെ ശവസംസ്കാരം കഴിയുമ്പോൾ അവസാനിക്കേണ്ട ചർച്ചയല്ലത്. ആ ക്രിമിനൽ ആക്ടിവിറ്റി ഈ കുട്ടിയുടെ മരണവും ആ ക്രിമിനൽ ആക്ടിവിറ്റിക്കും അപ്പുറത്ത് അടിസ്ഥാനപരമായ പ്രശ്നമാണ്.
അത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കഴിവുകേട് കൊണ്ട് സംഭവിച്ചൊരു പ്രശ്നമാണ്. അതിവിടെ ചർച്ച ചെയ്യപ്പെടണം. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ഷോൺ ജോർജ് നമുക്കിപ്പം ചേർന്നാൽ. അങ്ങ് പറഞ്ഞതുപോലെ വളരെ ഗൗരവതരമായ വിഷയങ്ങളാണ് അങ്ങ് ഉന്നയിച്ചത്. ഈ വിഷയങ്ങളിലൊക്കെ വളരെ ഗൗരവപൂർണമായ ചർച്ചകൾ നടക്കേണ്ടതാണ്, വിശദമായ ചർച്ചകൾ നടക്കേണ്ടതാണ്, ഇതിനൊരു ശാശ്വത പരിഹാരവും വേണ്ടതാണ്. പക്ഷേ നിലമ്പൂരിൽ സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അത്രയധികം സങ്കടത്തിലാണ് കേരള ജനത മുഴുവനും. വളരെയധികം നന്ദി ശ്രീ ഷോൺ ജോർജ് നമുക്കിപ്പം ചേർന്നതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു.